ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള, എൻ്റെ കരളിൽ കൊണ്ട് പൊള്ളിയിട്ടുള്ള ഏറ്റവും തീവ്രമായ പ്രണയകഥ ഞാൻ വായിച്ചത് ഒരു ചരിത്ര പുസ്തകത്തിലാണ്. അറിയപ്പെടാത്ത പുസ്തകമല്ല അത്. ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും വിഖ്യാതമായ പുസ്തകം. ആ പുസ്തകം എഴുതിയത് ഇന്ത്യക്കാരല്ല താനും, ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയ പുസ്തകം. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലുണ്ട്. ലാരി കോളിൻസ് എന്ന അമേരിക്കക്കാരനും ഡൊമിനിക് ലാപ്പിയർ എന്ന ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയ പുസ്തകം ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യ വിഭജന നാളുകളിലേക്ക് നയിച്ച ഒരു ഇന്ത്യയുടെ ദുരന്തങ്ങളെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ വിഭജനം എന്ന മഹാദുഃഖങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതപ്പെട്ട ഏറ്റവും മനോഹരവും ആധികാരികവുമായ പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ആ പുസ്തകത്തിലെ ചരിത്രത്തെക്കാളേറെ ആ ചരിത്രത്തിൽ നിന്ന് എന്നെ എന്നും പിന്തുടരുന്നത്, എന്നെ എന്നും മിഴിച്ചു നോക്കുന്നത്, എന്നെ എന്നും ആക്രമിക്കുന്നത്, പല രാത്രികളിലും എൻ്റെ ഉറക്കം കളയുന്നത് ആ പ്രണയ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മറക്കാനാവാത്ത, വർഷങ്ങളുടെ പല ആവർത്തി വായിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ എന്നെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കഥയുണ്ട്. ആ കഥ നമ്മുടെ വിഭജനത്തിൻ്റെ കഥയാണ്. വിഭജനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ബംഗാളും പഞ്ചാബും, കിഴക്ക് ഭാഗത്ത് ബംഗാളും പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ പഞ്ചാബും വെട്ടിമുറിക്കപ്പെട്ടതാണ്. പഞ്ചാബ് വെട്ടിമുറിച്ചപ്പോൾ സംഭവിച്ചത് അഭയാർത്ഥികളുടെ, പഞ്ചാബിലും ബംഗാളിലും അതുണ്ടായി, അഭയാർത്ഥികളുടെ മഹാപ്രവാഹം. അന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അഭയാർത്ഥികളുടെ തീവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്ന് ഇന്ത്യൻ പഞ്ചാബിലേക്ക് ഭൂരിപക്ഷവും വന്നുകൊണ്ടിരുന്നത് സിഖുകാരാണ്. ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരുന്നത് മുസ്ലിങ്ങളാണ്. ബംഗാളിലാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിരുന്നു, രണ്ടു കൂട്ടരും ബംഗാളികളായിരുന്നു അന്ന്. ഈ പോക്കാണ്, ഇതിനെക്കുറിച്ചാണ് ഖുഷ്വന്ത് സിംഗിൻ്റെ ഈ പഞ്ചാബിലെ ഒരു തീവണ്ടി ഒരു വൈകുന്നേരം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പാകിസ്ഥാൻ പഞ്ചാബിൽ ആ തീവണ്ടി ചെന്ന് നിൽക്കുമ്പോൾ ആ തീവണ്ടിയിൽ ഒരൊറ്റ മനുഷ്യനും ജീവനുണ്ടായിരുന്നില്ല. ആ വണ്ടി നിറയെ കബന്ധങ്ങളായിരുന്നു എന്നാണ്. ആ വണ്ടി ഓടിയ പാളം നിറയെ തളം കെട്ടി നിൽക്കുന്ന ചോരയായിരുന്നു എന്ന് ഖുഷ്വന്ത് സിംഗ് പറയുന്നുണ്ട്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന വിഖ്യാതമായ പുസ്തകം പിന്നീട് സിനിമയാവുകയുണ്ടായി. അതാണ് നമ്മുടെ വിഭജനത്തിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് ഇനിയും ആ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. ആ വിഭജനത്തിൻ്റെ മുറിവുകളാണ് ഇന്നും വടക്കേ ഇന്ത്യയെ വല്ലാതെ മലീമസമാക്കുന്നത്, കലുഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് ഈ പ്രണയ ദുരന്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.